വീണ്ടും ഒരു എക്സാമ്പിളൂടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ 2021 2017 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് LCM ആൻഡ് HCF 510ഉം 92 എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം LCM എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രൈം ഫാക്ടേഴ്സ് ആണ്. LCM എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് പ്രൈം ഫാക്ടർ. ദെൻ HCF എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ ലീസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് നമ്പറിനകത്തേക്കും ആദ്യം പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. പ്രൈം ഫാക്ടർ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് വൺ 510. 510നെ നമ്മൾ പ്രൈം ഫാക്ടർ ആകുമ്പോൾ എന്ത് വരും? ആദ്യം നമ്മൾ യൂണിറ്റ് പ്ലേസിൽ 0 ആണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 510നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ 255. 510ൻ്റെ നേരെ ഹാഫ്, ഇപ്പോൾ 255 വരും. ഇതിനെ നമ്മൾ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 51 വരും. 51നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 17 വരും. അപ്പോൾ നമ്മുടെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയായി? 2 × 5 × 3 × 17 ആയി. നെക്സ്റ്റ് 92ൻ്റെ പ്രൈം ഫാക്ടർ കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ 92നെ നമ്മൾ പ്രൈം ഫാക്ടർ ആക്കുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 46 വരും. വീണ്ടും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 23 വരും. 23 എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പറാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി ഈ രണ്ട് നമ്പറും കൂടെ നമ്മളൊന്ന് എടുത്തെഴുതുക. 510 എടുത്തെഴുതുമ്പോൾ 2 × 5 × 3 × 17 വരും. അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 92ൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2² × 23 വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് എഴുതാം? LCM എഴുതണം, HCF എഴുതണം. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ പ്രൈം പ്രോഡക്റ്റ് ഓഫ് ദ ലീസ്റ്റ് കോമൺ പ്രൈം ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 കോമൺ ആവുകയും ചെയ്യണം. ഇവിടെ രണ്ടിനകത്തും ഏത് നമ്പറാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ 2 മാത്രമേ ഉള്ളൂ. 2⁻1ഉം 2⁻2 ആണ്. അപ്പോൾ രണ്ടിനകത്തും വരുന്ന കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻1. അപ്പോൾ ആൻസർ ഈസ് 2⁻1 വരും. വേറെ ഒരു നമ്പറും ഇവിടെ കോമൺ ആയിട്ട് വരുന്നില്ല. ബാക്കി അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു നമ്പേഴ്സും വരുന്നില്ല. ദെൻ LCM എന്ന് പറയുമ്പോൾ LCM ഈസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ദി പ്രൈം ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ എല്ലാ നമ്പറിൻ്റെയും ഗ്രേറ്റസ്റ്റ് പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ 2⁻1ഉം 2⁻2 ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് 2⁻2 വരും. 3യുടെ രണ്ടും കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്ത, അപ്പോൾ 3⁻1 വരും ഗ്രേറ്റസ്റ്റ് പവർ. 5ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5⁻1 വരും. പിന്നെ 17 ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 17 വരും. വേറെ ഒന്നുമില്ല. 23 കൂടെ വരും. 23യുടെ ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 23 വരും. ഇനി ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മളൊന്ന് പ്രോഡക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ 23,460 ആയിരിക്കും നമ്മുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാലും ആദ്യം അതിനെ പ്രൈം ഫാക്ടർ ആക്കണം. എന്നിട്ട് രണ്ടിനകത്തും കോമൺ ആയിട്ട് വരുന്ന ഗ്രേറ്റസ്റ്റ് പവർ ആയിരിക്കണം നമ്മൾ എന്താണ് HCF ആയിട്ട് എടുക്കേണ്ടത്. പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ദി പ്രൈം ഫാക്ടർ ആയിരിക്കും നമ്മൾ LCM ആയിട്ട് എടുക്കേണ്ടത്. 3 നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൻ്റെ LCMഉം HCFും കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റനാണ് 2020ലും 2012ലും ചോദിച്ചൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ നമ്പർ നോക്കാം. 12 എടുത്തു, നേരെ ഹാഫ് എടുത്തു 6, നേരെ ഹാഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും. അപ്പോൾ അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സായി. ഇനി എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഒന്നിച്ചും കൊടുത്താൽ മാത്രം മതി. ഇതൊക്കെ 15 എടുത്തു, അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് പ്ലേസിൽ 5 ആണെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും. ഇനി അതിനകത്തൊന്നും ഡിവിഷൻ വരാനില്ല. അപ്പോൾ അതിൻ്റെ പ്രൈം ഫാക്ടറായി. ഇനി നെക്സ്റ്റ് നമ്പർ ഈസ് 21 എടുത്തു. 21ൻ്റെ നമ്മളറിയാം 3 ആണ്. 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7. 7 × 3 ആണ് 21. അപ്പോൾ എല്ലാ നമ്പേഴ്സിൻ്റെയും നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പ്രൈം ഫാക്ടർ കണ്ടുപിടിച്ചു. LCMലേക്ക് എഴുതണം. അപ്പോൾ 12 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2² × 3 വരും. കാരണം 2 × 2 2² വരും, × 3 വരും. ദെൻ 15 പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 3 വരും. ദെൻ 21 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 7 വരും. ഇപ്പോൾ ഫസ്റ്റ് വൺ HCF എഴുതാം, LCM എഴുതണം. LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റസ്റ്റ് പവറാണ്. അപ്പോൾ ഇവിടെ ഗ്രേറ്റസ്റ്റ് പവർ 2² ആണ് വരുന്നത്. 2² എഴുതി. ഇനി 3ക്ക് ഗ്രേറ്റസ്റ്റ് പവർ വരുന്ന എല്ലാത്തിനകത്തും × 3⁻1 ആണ്. പിന്നെ 5ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ വരുന്ന ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 7ൻ്റെ ഗ്രേറ്റസ്റ്റ് പവർ വരുന്ന ദാറ്റ് ഈസ് ഈക്വൽ ടു 7⁻1. അപ്പോൾ ഈ എല്ലാ നമ്പറിനെയും കൂടെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ LCM ആവും. അപ്പോൾ വലിയ നമ്പറൊക്കെ ആണോ എങ്കിൽ നമ്മൾ സമയം കിട്ടില്ലെങ്കിൽ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ദെൻ HCF എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനകത്തെല്ലാം കോമൺ ആണ് വരുന്നത്. കോമൺ എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? എനിക്ക് ഈ 3യും ഈ 3യും ഈ 3 മാത്രമേ നമുക്ക് അവിടെ കോമൺ വരുന്നുള്ളൂ. അപ്പോൾ HCF എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും. അപ്പോൾ നമ്മുടെ LCM എന്ന് പറയുന്നത് 4 × 3 12, 12 × 5 × 7 മൾട്ടിപ്ലൈ ചെയ്യുക. HCF എന്ന് പറയുന്നത് എല്ലാത്തിനകത്തും കോമൺ വരുന്ന നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വരും.
10th CBSE കുട്ടികൾക്കായിട്ടുള്ള നെക്സ്റ്റ് ഇയർ ക്ലാസ്സുകൾ ക്ലാസ് ഓറയിൽ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഹാഫ് അവർ ക്ലാസ്സുകളും എക്സാംസും എല്ലാം ഉൾപ്പെടെ മന്ത്ലി 500 റുപ്പീസാണ് വരുന്നത്. താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.